മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം വൈകുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയത്തിന് ടി സിദ്ദീഖ് എം.എൽ.എ നോട്ടീസ് നൽകും. കടൽ മണൽ ഖനനവും വന്യജീവി ആക്രമണവും സംബന്ധിച്ച ചോദ്യങ്ങളും ഇന്ന് സഭയുടെ മുന്നിലെത്തും. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നിയമസഭയിൽ ഇന്ന് വിവിധ ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ പക്കലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ അടിയന്തര പ്രമേയമായി ഉയർന്നു വരുന്ന വിഷയം തന്നെയാണ്. അത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് പുനരധിവാസം വൈകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ടി സിദ്ദീഖ് എം.എൽ.എ പ്രതിപക്ഷത്തിന് വേണ്ടി ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ചെയ്യും. ആ നോട്ടീസ് നൽകുന്നതോടുകൂടി തന്നെ ഒരു വലിയ ചർച്ച അടിയന്തര പ്രമേയം അനുവദിക്കുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ എന്തായാലും അത് അനുവദിച്ചാലും ഇല്ലെങ്കിലും വലിയ വാക്പോരുകൾക്ക് ഇടയാക്കുന്ന കാര്യമാകും സഭയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്ന തുക അത് വായ്പ എന്ന ഇനത്തിലാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ അത് ആ നിലയിൽ വാങ്ങിയെടുക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ പിടിപ്പുകേട് എന്നുള്ളത് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നതാണ്. കണക്കുകൾ ഉൾപ്പെടെ കൃത്യമായി നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്നാൽ ഭരണപക്ഷം പറയുന്നത്, സർക്കാർ പറയുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനൊപ്പം ചേരുകയാണ്. അത് വാങ്ങിയെടുക്കാൻ എംപിമാർ ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായും തർക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയമാണ്. കാരണം പാർലമെന്റിൽ 18 അംഗങ്ങൾ ഉണ്ടായിട്ടും UDF-ന് അതുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് സർക്കാർ ആരോപിക്കുന്നു. സർക്കാരിന് ആ പണം വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതൊരു അടിയന്തര പ്രമേയമായി അനുവദിച്ചാൽ രണ്ടു കൂട്ടർക്കും പറയാൻ നിരവധി കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ എന്താകും സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. മാത്രമല്ല ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, അത് കഴിഞ്ഞ സഭാ സമ്മേളനത്തിനിടയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ MLA അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചത് ആശാവർക്കർമാരുടെ പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് ഓണറേറിയം, സിക്കിമിലെ ഓണറേറിയത്തെ കുറിച്ചൊരു തർക്കമുണ്ടായിരുന്നു. മന്ത്രി വീണ ജോർജ് സിക്കിമിലെ ഓണറേറിയം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ പറഞ്ഞു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിൽ അവകാശ ലംഘന നോട്ടീസ് ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ നൽകും. അത് സ്വാഭാവികമായും സഭയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം സിക്കിമിലെ ഓണറേറിയം കേരളത്തിലെ സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സിക്കിമിലെ ഓണറേറിയം കേരളത്തെക്കാൾ കുറവാണെന്ന് വീണ ജോർജ് പറഞ്ഞിരുന്നു. എന്നാൽ അത് അതിനേക്കാൾ കൂടുതലാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ശ്രീകാന്ത് പറയുന്നു, കേരളത്തെ പിന്നോട്ടാക്കാൻ അനുവദിക്കില്ലെന്ന് താങ്കൾ പറഞ്ഞല്ലോ. കേരളം ഇപ്പോൾ മുന്നോട്ടാണെന്ന് ആര് പറഞ്ഞു? ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉണ്ടായിരുന്നു, അത് പോയി. അതിക്രമങ്ങൾ കുറവായിരുന്നു, അതുകൂടി. ഇന്നോ പൂ പോലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. ശ്രീകാന്ത്, നമ്മൾ എന്നാലും കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ വേണമെങ്കിൽ അതൊക്കെ കുറച്ചുകൂടെ വിശദമായിട്ട് പിന്നീട് ഒരു അവസരത്തിൽ പറയാം.